തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുലിന് കനത്ത തിരിച്ചടി. രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ലെന്നും തെളിവുകൾ ഹാജരാക്കണമെന്നും കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നോട്ടീസ് നൽകി. ലോകത്തിലെ മികച്ച മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം അതിവേഗം വളരുകയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഈ രണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുലിന് കനത്ത തിരിച്ചടിയാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർ പട്ടികയ്ക്കുമെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ പ്രദർശിപ്പിച്ച രേഖ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ല എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നോട്ടീസിൽ വ്യക്തമാക്കിയത്. അതായത് രാഹുൽ ആരോപിച്ചത് പോളിംഗ് ഓഫീസർ നൽകിയിട്ടുള്ള രേഖകൾ പ്രകാരം കർണാടകയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇരട്ട വോട്ട് ചെയ്തു എന്ന ആരോപണം രാഹുൽ മുൻപോട്ട് വെച്ചിരുന്നു. അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും ആദ്യം രാഹുൽ പ്രദർശിപ്പിച്ചത് പോളിംഗ് ഓഫീസർ നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ല. മറ്റൊന്ന്, ശകുൻ റാണി ഒരു ബൂത്തിൽ മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. മറിച്ച് ശകുൻ റാണിയോ അതല്ല മറ്റാരെങ്കിലുമോ ഇരട്ട വോട്ട് ചെയ്യുകയോ വ്യാജ വോട്ട് ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ, അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനമായിട്ടുള്ള രേഖകളും തെളിവുകളും ഹാജരാക്കണമെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ള കാര്യവുമാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന് നൽകിയിട്ടുള്ള നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണമായിരുന്നു രാഹുൽ മുൻപോട്ട് വെച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആറ്റം ബോംബ് കയ്യിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും തന്റെ സംശയങ്ങളും ആരോപണങ്ങളും മാത്രമായിരുന്നു രാഹുലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കാൻ സാധിച്ചത്. ഈ ആരോപണങ്ങൾക്കുള്ള തെളിവുകളും രേഖകളും ഹാജരാക്കണമെന്നും വിശദമായ അന്വേഷണം നടത്താമെന്നും കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കമ്മീഷണർമാർ രാഹുലിന് നോട്ടീസ് നൽകിയെങ്കിലും രേഖാമൂലം പരാതി നൽകാനോ വിശദമായ അന്വേഷണത്തിന് അവസരം നൽകാനോ രാഹുലും കോൺഗ്രസും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെയും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് രാഹുലും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ പ്രദർശിപ്പിച്ച രേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളല്ല എന്നും ആരോപണങ്ങൾ ഉന്നയിച്ചതിന് അടിസ്ഥാനമായ രേഖകളും തെളിവുകളും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒപ്പം ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിക്കുമ്പോൾ ബംഗളൂരുവിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ നടപടി, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അതിനെ ഏത് പ്രത്യാഘാതവും നേരിടും എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നേരത്തെ നടത്തുകയും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ വലിയ മാർക്കറ്റ് അല്ലെങ്കിൽ വലിയ മൂല്യം കണ്ടെത്തുമെന്ന പ്രഖ്യാപനം നേരത്തെ പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഭാരതം ഇപ്പോൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയെന്നും അതിവേഗത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും എന്ന പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു വർഷക്കാലം ലക്ഷ്യം മുൻനിർത്തി നടത്തിയിട്ടുള്ള യാത്രയുടെയും പ്രയത്നങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പരിവർത്തനത്തിന്റെയും ഫലമാണ് ഇന്ന് ഭാരതം നടത്തുന്ന ഈ യാത്ര. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ശക്തിയായി ഉടൻ തന്നെ ഭാരതം മാറും. രാജ്യത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. നേരത്തെ 2014 മുൻപ് 5 നഗരങ്ങളിൽ മാത്രമായിരുന്നു മെട്രോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 24 നഗരങ്ങളിലേക്ക് മെട്രോ വളർത്താൻ സാധിച്ചു. 160-ലധികം വിമാനത്താവളങ്ങളെത്തി, 40,000-ലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നു. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും ഒപ്പം പ്രതിരോധ മേഖലയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന്റെയും വിജയമാണ് എന്ന കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. സാങ്കേതിക മേഖലയിലും ആത്മനിർഭർ ഭാരത് ഉറപ്പാക്കും, ഭാരതം അതിശക്തമായി മുൻപോട്ട് കുതിക്കുമെന്ന പ്രഖ്യാപനമാണ് ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈനിന്റെ ഉദ്ഘാടനവും ഒപ്പം 3 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചുകൊണ്ട് അതിനുശേഷം നടന്ന പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്.